വീട്ടിലെ പണി മുഴുവൻ തീർത്തിട്ട് ഇറങ്ങാൻ നിന്നാൽ ലേറ്റ് ആവും. അതുകൊണ്ട് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ഓരോ ചായയും കുടിച്ച് നേരെ അമ്പലത്തിലോട്ട് ഇറങ്ങി. ആദ്യം തന്നെ പള്ളിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിലെത്തി തൊഴുതു. അത് കഴിഞ്ഞ് നേരെ പള്ളിക്കൽ മഹാശിവക്ഷേത്രത്തിലെത്തി. അവിടെ ആലിൻ്റെ സൈഡിൽ വലതുവശത്തായിട്ട് ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പം നമുക്കവിടെ എണ്ണയോ കർപ്പൂരമോ മാലയോ ഒക്കെ വാങ്ങാം. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ആദ്യം കടയിൽ പോയി എല്ലാവരും ഓരോ മാലയൊക്കെ വാങ്ങി അകത്ത് കയറി നല്ല ഭംഗിയായിട്ട് തൊഴുതു. അമ്പലത്തിലോട്ട് കയറാൻ ഒരു സൈഡിൽ സ്റ്റെപ്പും ഒരു സൈഡിൽ സ്ലോപ്പുമാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ സ്ലോപ്പ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ സ്ലോപ്പിൽ കൂടി തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് കിഴക്കേ ഭാഗം അപ്പൂപ്പൻ നടയിലും തൊഴുത് നേരെ പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെത്തി. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് വെടി വഴിപാട്. അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സമയം തൊട്ട് ഒരുപാട് ഭക്തജനങ്ങൾ നടത്തുന്ന വെടി വഴിപാടിന്റെ ഒരു സൗണ്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒരുപാട് ആളുകൾ തൊഴാനും വഴിപാട് കഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും നല്ല ഭംഗിയായിട്ട് തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് നേരെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഇത്രയും അമ്പലത്തിലൊക്കെ കയറി വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം പൊറോട്ടയൊക്കെ പറഞ്ഞെങ്കിലും ഇടിയപ്പമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും കടലക്കറിയും ഒക്കെ കഴിച്ചിറങ്ങി. ഈ ദുര്യോധന മലനടയുടെ നേരെ എതിർവശത്ത് ഒരു മൈതാനവും അതിന് ചുറ്റിനും നിൽക്കുന്ന മരത്തിൽ കുറച്ച് ഊഞ്ഞാലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ വന്ന് തൊഴുന്ന ഭക്തജനങ്ങൾ തന്നെ ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി ഒന്ന് റിലാക്സ് ആയിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിയപ്പം അമ്മയ്ക്കും ചെറിയൊരു ആഗ്രഹമൊക്കെ തോന്നി വന്നെങ്കിലും ആദ്യത്തെ വട്ടം ഇരുന്നപ്പോൾ ഒരു പേടിയായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന് നമ്മൾ ധൈര്യമൊക്കെ കൊടുത്ത് ഇരുത്തി ആട്ടിയിട്ടുണ്ട്. കുഞ്ഞുനാളിലായിരിക്കുമല്ലോ നമ്മൾ ഇതുപോലെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആടിയപ്പം അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് ഊഞ്ഞാലൊക്കെ ആടി കുറച്ചു നേരം അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്ത് പതുക്കെയാണ് വീട്ടിലോട്ട് പോയത്. ഊഞ്ഞാല് തീരെ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് പിള്ളേരാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയായി. രാവിലെ തൊട്ടുള്ള നടപ്പല്ലേ, അപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും കാലിന് വേദനയായിട്ടുണ്ട്. പിള്ളേരാണെങ്കിലും ഇത്രയും നേരത്തെ നടപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ സൈഡിൽ വാർത്തയൊക്കെ വെച്ച് റിമോട്ടൊക്കെ വൈറ്റത്ത് വെച്ചിരുന്ന് ഉറങ്ങുന്നുണ്ട്. ലേറ്റ് ആയിട്ട് പൊറോട്ട കഴിച്ചതുകൊണ്ട് ആർക്കും ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയത്ത് കഴിക്കാൻ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഉണ്ടാക്കാൻ വെച്ചിരുന്ന അപ്പത്തിന്റെ മാവൊക്കെ എടുത്ത് അപ്പം ചുട്ടു തുടങ്ങി. വരുന്ന വഴിക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ കഴുകി തന്നത് ഞാൻ പെട്ടെന്ന് ചിക്കൻ കറിക്ക് അടുപ്പത്തും ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഉച്ചരയാകുമ്പോഴത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ടേക്ക് കെയർ, ബൈ.